ആ എന്നാ ഉണ്ട്? ഇതെന്നതാ പരിപാടി എന്ന് വെച്ചാൽ ഒരു മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. മീൻ മേടിക്കാൻ കറി വെക്കാനായിട്ട് കുറച്ച് മീൻ മേടിക്കാൻ പോയപ്പോൾ ഓർത്തു എന്നാൽ ഒരു മീനെടുത്ത് ഗ്രില്ലടിച്ചാലോ. ഇതാണോ അതിൻ്റെ ശാസ്ത്രീയ വശം എന്നറിയത്തില്ല. എന്നാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ ഇങ്ങനെ പട്ടയ്ക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ മീൻകുട്ടനെ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുത്ത് നിരത്തിയിട്ടുണ്ട്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഉള്ളി, വെളുത്തുള്ളി, ചെറുനാരങ്ങ. അടുപ്പ് കത്തി തുടങ്ങിയിട്ടുണ്ട്. പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. മാസ്റ്റർ ഷെഫ് മുണ്ടൊക്കെ മുടക്കി കുത്തി ഇറങ്ങിയിട്ടുണ്ട്. ധൈര്യമായിട്ട് ഇറങ്ങി നിൽക്കുന്നത് എന്നാന്ന് വെച്ചാൽ കെട്ടികൾ പുറകെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അല്ലാണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാവും. ഇത് കുക്കിംഗ് റെസിപ്പി വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇതൊക്കെ ആധികാരികമായിട്ട് അറിയാവുന്നവരായിരിക്കും ഇവന് എന്ത് തേങ്ങയെ കാണിക്കുന്നതെന്ന്. ഇത് ചുമ്മാ ഒരു ആഗ്രഹം തീർക്കല. കുറേ നാളായിട്ട് വിചാരിക്കുന്നവർ മീൻ പൊള്ളിച്ച് തിന്നണമെന്ന്. നേരത്തെ തിന്നിട്ടുണ്ട്, എന്നാലും ഉണ്ടാക്കി തിന്നണമെന്ന് കുറേ നാളായിട്ട് ആലോചിക്കുന്നതാണ്. ഒരു വലിയ മീൻ ഒന്നിച്ച് പൊള്ളിച്ച് തിന്നണമെന്ന്. ഇത് വലിയ മീനൊന്നുമല്ല, ചെറിയ മീനാണ്. എങ്ങാനും പാളി കഴിഞ്ഞാൽ വലിയ മീനെല്ലാം കൂടെ എടുത്ത് പോകില്ലേ, അതുകൊണ്ട് ചെറിയ മീൻ. ഷെഫിയുടെ വെളുത്തുള്ളി, ഇഞ്ചിയും ചെറുള്ളി എല്ലാം ഇഞ്ചി ചതയ്ക്കുന്നതാണ് ചതച്ചുകൊണ്ടിരിക്കുക. എന്താല്ലേ, തിന്നാൻ മാത്രം അറിയാവുന്ന നമ്മൾ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കൗതുകം. നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കെട്ടിയോളും അമ്മയും പെങ്ങന്മാരും ഒക്കെ അടുക്കളയിൽ നമുക്ക് വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടായിരിക്കും അല്ലേ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചിട്ടു, ചെറിയുള്ളി ചതച്ചിട്ടു. പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചെറിയുള്ളി പേസ്റ്റ്, നാരങ്ങ നീര്, എണ്ണ എല്ലാം കൂടെ മിക്സ് ചെയ്ത് മസാല ഉണ്ടാക്കി. മോശം പറയരുതല്ലോ, നല്ല കലക്ക മസാല. അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാൾ പണിയും. അനങ്ങിയാലത് കുത്തപ്പീനാറാകും. ആഹാ, മുടുക്കനായിപ്പ.
പൊതിയാനായിട്ട് ഒരു വാഴയിലൊക്കെ വെട്ടി നമ്മൾ അടുപ്പയിൽ വെച്ച് വാട്ടിയെടുത്തു. എന്നിട്ട് നമ്മൾ അവനെ വാഴയിലേക്കകത്ത് പൊതിഞ്ഞ് ഒരു അലുമിനിയം ഫോയിലിനകത്തൂടെ പൊതിഞ്ഞു. കനലല്ലല്ലോ, നമ്മൾ അടുപ്പ് കൂട്ടിയതല്ലേ, വിറകല്ലേ കത്തുന്നത്. അപ്പോൾ ഡയറക്റ്റ് തീയടിച്ച് കൂടുതൽ കരിഞ്ഞു പോകണ്ടെന്ന് ഓർത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നേരമായി, ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നത്. നമുക്ക് തുറന്നു നോക്കാവേ. ആദ്യമേ തുറന്നായിരുന്നു. ഏകദേശം സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ക്യാരറ്റും തക്കാളിയും സവോളയൊക്കെ അരിഞ്ഞിട്ട് കുറച്ച് നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞു. പിന്നെ കൂടെ കഴിക്കാനായിട്ട് 5-6 ബ്രെഡും കൂടെ എടുത്ത് വെച്ചു. ഒരു ക്യാരറ്റ്, വെള്ളം വരുന്നതിന് സവോള, ഒരു മീനിൻ്റെ പീസ് ഇങ്ങനെ 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 പറിച്ചെടുത്തിട്ട് വാ, നിറയെ മുള്ളാണ് ഗൈസ്. അങ്ങനെ അവരത് കാക്കനും പൂക്കനും തിന്നുകയാണ് സുഹൃത്തുക്കളെ, തിന്നുകയാണ്. ഇത് ടേസ്റ്റിൻ്റെ ഒന്നുമല്ല, നമ്മളിത് ഒരു രസം. ഇത് ഒരുമിച്ചിരുന്ന് ഉണ്ടാക്കി നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അത് വേറൊരു ഫീലാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങി അല്ലെങ്കിൽ കടയിൽ പോയിരുന്ന് കഴിക്കുമ്പോഴുള്ളതിനേക്കാളും രസമാണ്. ചെയ്തിട്ടുള്ളവർക്കറിയായിരിക്കും. അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അപ്പോൾ കണ്ടതിനും ക്ഷമിച്ചതിനും സഹിച്ചതിനും നന്ദി. ബൈ ബൈ.